Welcome to Aspirants Perspective Daily 10 UPSC PYQ Analysis. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2014 General Studies question 21 to 30 ആണ്. So the first question, 21st question is from Medieval India എന്നുള്ള question ആണ്. Medieval India. In Medieval India, the designations Mahattara and Pattagila were used for. Medieval India designations Mahattara and Pattagila is used for village headman. Village headman എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the leader of that community in that village who owns the most amount of land. അതിനെയാണ് village headman എന്ന് പറയുന്നത്. അവരെ റെപ്രസെന്റ് ചെയ്യാനുള്ള designations ആയിരുന്നു മഹത്തര ആൻഡ് പട്ടകില. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൻവയോൺമെന്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 22nd question. So question is lichens which are capable of initiating ecological succession even on a bare rock are actually a symbiotic association of lichens. എന്തിന്റെ സിംബയോട്ടിക് അസോസിയേഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലൈക്കൻസ് ആർ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ആൽഗെ ആൻഡ് ഫംഗെ. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. ലൈക്കൻസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ ലൈക്കൻസ് ആർ നോട്ട് എ സിംഗിൾ ഓർഗാനിസം. ഇറ്റ് ഇസ് എ സ്റ്റേബിൾ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ഫംഗസ് ആൻഡ് ആൽഗെ. ആൽഗയും ഫംഗസും കൂടിയുള്ള ഒരു സിംബയോട്ടിക് അസോസിയേഷന്റെ പേരാണ് എന്ത് ലൈക്കൺ എന്ന് പറയുന്നത്. സോ ഇതില് ആൽഗയില് ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും, ഫോട്ടോസിന്തസിസ് വഴി ഫംഗസിന് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. ഫംഗസ് എന്ത് ചെയ്യും, ആൽഗയ്ക്ക് റൂട്ടുള്ളത് കൊണ്ട് തന്നെ മിനറൽസ് ഒക്കെ അബ്സോർബ് ചെയ്യുകയും പിന്നീട് ഇതിനൊരു ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യും. സോ ഇങ്ങനെയുള്ള ഒരു മ്യൂച്വലിസം ആണ് ഇതിന്റെ സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. സോ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസ് നടക്കുന്നതുകൊണ്ട് തന്നെ ആൽഗൽ കോമ്പണന്റിനെ ഫൈക്കോബോയണ്ടും എന്നും ഫംഗൽ കോമ്പണന്റിനെ മൈക്കോബോയണ്ട് എന്നും പറയപ്പെടുന്നു. 23rd question is from geography. +1 NCERT geography എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. If you travel through Himalayas, you are likely to see which of the following plants naturally growing there. ഏതൊക്കെ ട്രീസ് ആണ് ഹിമാലയാസ് റീജിയനിൽ കാണപ്പെടുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ആർ ഓക്ക്, റോഡൻഡ്രോൺസ് ആൻഡ് സാൻഡൽവുഡ്. ഓക്കും റോഡൻഡ്രോൺസ് ടെമ്പറേറ്റ് ഫോറസ്റ്റിൽ കാണപ്പെടുന്ന പ്ലാന്റ്സ് ആണ് ഓക്കും റോഡൻഡ്രോൺസും. ടെമ്പറേറ്റ് ഫോറസ്റ്റ് മെയിൻലി കാണപ്പെടുന്നത് എവിടെയാണ്, ഫൗണ്ട് ഇൻ മിഡിൽ ആൾട്ടിറ്റ്യൂഡ് ഓഫ് ഹിമാലയാസിന്റെ മിഡിൽ ആൾട്ടിറ്റ്യൂഡിലാണ് ടെമ്പറേറ്റ് ഫോറസ്റ്റ് കാണപ്പെടുന്നത്. അവിടെ കാണപ്പെടുന്ന മേജർ പ്ലാന്റ്സ് ആണ് ഓക്കും റോഡൻഡ്രോൺസും. സാൻഡൽ വുഡ്സ് പൊതുവെ കാണപ്പെടുന്നത് എവിടെയാണ്, ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റിലാണ് സാൻഡൽ വുഡ്സ് കാണപ്പെടുന്നത്. സോ ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയാണുള്ളത്, മെയിൻ ആയിട്ടും വെസ്റ്റേൺ ഗട്ട്സിലും ആൻഡ് ഡെക്കാൻ പ്ലാറ്റ്യൂ, നോർത്തേൺ പ്ലെയിൻ ആ റീജിയനിലൊക്കെയാണ് ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് കാണപ്പെടുന്നത്. അവിടെയാണ് സാൻഡൽ വുഡ്സ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. നെഗ്ലിജിബിൾ അമൗണ്ടിൽ ഹിമാലയാസിലൊക്കെ കാണപ്പെടുന്നുണ്ട്. സോ ഇത് നാച്ചുറലി എവിടെയൊക്കെയാണ് വളരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ഈസ് എ 1 and 2, ഓക്ക് ആൻഡ് റോഡൻഡ്രോൺ ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24th ക്വസ്റ്റ്യൻ ഫ്രം എൻവയോൺമെന്റ് ആണ്. പൊല്യൂഷൻ എന്ന പാർട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സം ഇമ്പോർട്ടന്റ് പൊല്യൂട്ടൻസ് റിലീസ്ഡ് ബൈ ദ സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ. സ്റ്റീൽ ഇൻഡസ്ട്രീസ് മെയിൻ ആയിട്ടും റിലീസ് ചെയ്യുന്നത് ഓക്സൈഡ്സ് ഓഫ് സൾഫർ, നൈട്രജൻ, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം സ്റ്റീൽ ഇൻഡസ്ട്രീസ് റിലീസ് ചെയ്യും. സോ എല്ലാ സംഭവങ്ങളും വരും. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. ഓൾ ദി അബവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 25th question ആൻഷ്യന്റ് ഇന്ത്യ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് കിങ്ഡംസ് were associated with the life of ബുദ്ധ. ബുദ്ധയുടെ ലൈഫുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കിങ്ഡംസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതില് Buddha traveled through the towns and villages in the kingdom of Kosala and Magadha എന്ന് ടെക്സ്റ്റിലുണ്ട്. സോ കോസല ആൻഡ് മഗധ ആർ directly related to life of Buddha. Gandhara is not directly associated with the life of Buddha. During the rule of Ashoka, Gandhara was influenced by the Buddhist culture but not related to life of Buddha directly. സോ അവന്തിയും അതുപോലെ തന്നെ ലൈഫ് ഓഫ് ബുദ്ധയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടില്ല. കോസല ആൻഡ് മഗധയാണ് ലൈഫ് ഓഫ് ബുദ്ധയായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. കോസല ആൻഡ് മഗധയാണ് ലൈഫ് ഓഫ് ബുദ്ധയായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 26th ക്വസ്റ്റ്യൻ ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്നുള്ളതാണ്. ഒരു കറണ്ട് അഫെയർ ആണ്. അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് 2014 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ പല ക്വസ്റ്റ്യൻസും നമ്മൾ കാണുമ്പോൾ അതൊന്ന് ഓർക്കണം. ആ ഒരു സമയത്തുള്ള സംഭവങ്ങളെല്ലാം ഇപ്പോൾ മാറിയിട്ടുണ്ട്. കൾച്ചറിലെ ക്വസ്റ്റ്യൻ അല്ല ഞാൻ പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ കറണ്ട് അഫയേഴ്സ് ഫ്രം എക്കണോമി ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. എവറി ഇയർ എ മന്ത് ലോങ് എക്കോളജിക്കലി ഇമ്പോർട്ടൻറ്റ് ക്യാമ്പയിൻ ഓർ ഫെസ്റ്റിവൽ ഈസ് ഹെൽഡ് ഡ്യൂറിംഗ് വിച്ച് സെർട്ടൻ കമ്മ്യൂണിറ്റീസ് ഓർ ട്രൈബ്
plants, sapling or fruit-bearing trees. Which of the following are such communities and tribes? ഒരു പ്രത്യേക തരം കമ്മ്യൂണിറ്റീസ് ഓർ ട്രൈബിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് മധ്യപ്രദേശിലെ ബേട്ടൂൾ ആൻഡ് ഹർദ ഡിസ്ട്രിക്റ്റിലാണ് ഹരി ജിറോട്ടി എന്ന് പറഞ്ഞ ഒരു സെലിബ്രേഷൻ ഉള്ളത്. ആ സെലിബ്രേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ മന്ത് ലോങ് ഫെസ്റ്റിവൽ ഓഫ് ഗ്രീനറി ഡ്യൂറിംഗ് വിച്ച് ദ ട്രൈബൽ പ്ലാന്റ് സാപ്ലിംഗ് ഓഫ് ഫ്രൂട്ട് ബിയറിംഗ് ട്രീസ്. സോ ആ ഒരു സമയത്ത് ഈ ട്രൈബൽസ് ഇത്തരത്തിലുള്ള ട്രീസ് പ്ലാന്റ് ചെയ്യുന്ന ഒരു മന്ത് ലോങ് നല്ല ഫെസ്റ്റിവൽ ആണല്ലേ, ഒരു മന്ത് ലോങ് ഫെസ്റ്റിവൽ ആണ് ഇത് മധ്യപ്രദേശിലുള്ള. സോ ആ ഒരു ട്രൈബിന്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോണ്ട് ആൻഡ് കോർക്കു എന്ന് പറയുന്ന ട്രൈബ്സ് ആണ്. ആ ട്രൈബ്സ് ആർ ഫ്രം മധ്യപ്രദേശ്. ഈ ട്രൈബ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ഒക്കെ UPSCയുടെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ്. സോ ഓപ്ഷനിലുള്ള കമ്മ്യൂണിറ്റീസ് ഓർ ട്രൈബ്സ് ഏത് സ്റ്റേറ്റിലാണെന്ന് കൂടെ നമുക്ക് നോക്കാം. ബൂട്ടിയ ആൻഡ് ലെപ്ച എന്ന് പറഞ്ഞാൽ ഇൻഡിജീനസ് ട്രൈബ്സ് ഓഫ് സിക്കിം ആണ്. ലെപ്ച ആൻഡ് ബൂട്ടിയ ഈസ് ട്രൈബ്സ് ഓഫ് സിക്കിം. ഇരുള ആൻഡ് തോട നമുക്ക് പേരിൽ നിന്ന് തന്നെ ഗസ് ചെയ്യാൻ പറ്റും. ട്രൈബൽസ് ഓഫ് നീൽഗിരി ഹിൽസിലുള്ള തമിഴ്നാട് നിന്നുള്ള കമ്മ്യൂണിറ്റീസ് ആണ്, ട്രൈബ്സ് ആണ് ഇരുള ആൻഡ് തോട. സഹരിയ ആൻഡ് അഗരിയ ആർ ദ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഓഫ് മധ്യപ്രദേശ്. സോ ഗോണ്ട് ആൻഡ് കോർക്കു കമ്മ്യൂണിറ്റീസ് ഓഫ് മധ്യപ്രദേശ് ആണ് ഹരി ജിറോട്ടി എന്ന ഈ ഒരു പ്രത്യേകതരം സെലിബ്രേഷൻ ചെയ്യുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ 27th ക്വസ്റ്റ്യൻ എക്കണോമി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ സെയിൽ ടാക്സ് യു പേ വൈൽ പർച്ചേസിംഗ് എ ടൂത്ത് പേസ്റ്റ് ഈസ്. സെയിൽ ടാക്സ് ഓൺ ടൂത്ത് പേസ്റ്റ് ഈസ് the tax imposed and collected by the central government. Tax on toothpaste comes under 2014 ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അത് കൺസിഡർ ചെയ്യണം, അത് ആലോചിക്കണം. ടാക്സ് ഓൺ ടൂത്ത്പേസ്റ്റ് കംസ് അണ്ടർ CST Act which is administrated by the state government. നൗ ഈ ടാക്സ് ഓൺ ടൂത്ത്പേസ്റ്റ് ഒക്കെ കംസ് അണ്ടർ GST ആണ്. ഇത് 2014 ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 28th ക്വസ്റ്റ്യൻ ഈസ് ഫ്രം എക്കണോമി ആണ്. എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ? വെഞ്ചർ ക്യാപിറ്റൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ വെഞ്ചർ ക്യാപിറ്റൽ എന്നാണ് ഓപ്ഷൻ നോക്കുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് പ്രൈവറ്റ് ഇക്വിറ്റി പ്രൊവൈഡഡ് ബൈ കുറച്ച് വെൽത്തി ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഒരു സ്മോൾ ബിസിനസ് കമ്പനീസ്, സ്മോൾ ഓൺടർപ്രണേഴ്സിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ത് വെഞ്ചർ ക്യാപിറ്റൽസ്. വെഞ്ചർ തുടങ്ങാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. വെൽത്തി ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് സ്മോൾ ആയിട്ടുള്ള കമ്പനീസിന്, ബിസിനസ് കമ്പനീസിന് കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് വെഞ്ചർ ക്യാപിറ്റൽസ്. ഈ എമൗണ്ട് എത്ര എന്നാണെന്നൊന്നുമില്ല, ഇറ്റ് മേ വേരി. സോ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം റിസ്ക് ക്യാപിറ്റൽ. എന്ന് പറയുമ്പോൾ ടു ഫിനാൻസ് എ ഹൈ ടെക്നോളജി പ്രൊജക്ട്, നല്ലൊരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു എന്തായിരിക്കണം, ഒരു സ്മോൾ ബിസിനസ് കമ്പനി ആയിരിക്കണം, എന്നാലാണ് ഈ ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഇങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുള്ളൂ. മേ ബി ഇറ്റ് ഇൻവോൾവ്സ് റിസ്ക്, പക്ഷേ അവരെന്തായിരിക്കണം ലോങ് ടേമിൽ ഹൈ പൊട്ടൻഷ്യൽ ഗ്രോത്ത് അവർ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവണം. സോ അങ്ങനെയാണ് വെഞ്ചർ ക്യാപിറ്റൽ കൊടുക്കുന്നത്. സോ ലോങ് ടേമിൽ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ ആണ് ന്യൂ ഓൺടർപ്രണേഴ്സിന് വെൽത്തി ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് കൊടുക്കുന്ന ലോങ് ടേം സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ ആണ് വെഞ്ചർ ക്യാപിറ്റൽസ്. ഇതാണ് വെഞ്ചർ ക്യാപിറ്റൽസ്. സോ ഓപ്ഷനിൽ നോക്കുമ്പോൾ എ ലോങ് ടേം സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ പ്രൊവൈഡ് ടു ന്യൂ ഓൺടർപ്രണേഴ്സ്. സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം. Next question, 29th question is from economy. The main objective of 12th 5-year plan is. 12th 5-year plan ഒന്നും ഇപ്പോൾ ഇല്ല. So 12th 5-year plan was on 2012 to 2017 ആയിരുന്നു 12th 5-year plan. ഇതിന്റെ ഒബ്ജക്റ്റീവ് വാസ് എന്താണ്, faster, sustainable and more inclusive growth എന്നാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്. It was the last 5-year plan. 12th 5-year plan was the last 5-year plan. 5-year plans ഒന്നും ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല. സോ ഇത് കഴിഞ്ഞാണ് നീതി ആയോഗ് ഒക്കെ വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്കണോമിയിൽ ഡീൽ ചെയ്യാം. സോ ഇറ്റ് വാസ് എ ലാസ്റ്റ് 5-year പ്ലാൻ ആൻഡ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഓപ്ഷൻ ഡി, ഫാസ്റ്റർ, സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഓപ്ഷൻ ഡി ആണ് 12th 5-year പ്ലാനിന്റെ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30th ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് ഫ്രം എക്കണോമിയിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് with reference to balance of payment, which of the following constitutes the current account? Balance of payment ile current account illuള്ളത് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ. ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് ഇൻവിസിബിളും ആണ് ബാലൻസ് ഓഫ് പേയ്മെന്റിൽ കറണ്ട് അക്കൗണ്ടിൽ വരുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ഓപ്ഷൻ ഈ C 1 and 3 ആണ് ഇതിന്റെ ആൻസർ. സോ ബാലൻസ് ഓഫ് പേയ്മെന്റ് കുറച്ചൊരു ലോങ് കോൺസെപ്റ്റ് ആണ്, ഡീറ്റെയിൽ ആയിട്ട് എക്കണോമിയിൽ ഡിസ്കസ് ചെയ്യാം. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള ഒരു രീതിയിൽ നമുക്ക് നോക്കാം. സോ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ഓഫ് മോണിറ്ററി ട്രാൻസാക്ഷൻ ഓഫ്
ദ റെസിഡന്റ് ഓഫ് എ കൺട്രി വേഴ്സസ് റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ബാലൻസ് ഓഫ് പേയ്മെന്റിന് 4 പാർട്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പാർട്സ് കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടുമാണ്. ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ കറണ്ട് അക്കൗണ്ടിൽ കൺസിഡർ ചെയ്യുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഓഫ് വിസിബിൾസും ബാലൻസ് ഓഫ് ഇൻവിസിബിൾസും. ബാലൻസ് ഓഫ് വിസിബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഓഫ് ഗുഡ്സ്. ബാലൻസ് ഓഫ് ഇൻവിസിബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് അതിൽ വരും, ഇൻകം അതിൽ വരും, ട്രാൻസ്ഫേഴ്സിലേക്ക് ഗിഫ്റ്റ്, ഡൊണേഷൻ, ഗ്രാൻസ്, റെമിറ്റൻസ് ഒക്കെ ഇതിൽ വരും. സോ ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ കറണ്ട് അക്കൗണ്ടിൽ വരുന്ന കാര്യങ്ങൾ ഇത്രയാണ്. ഗുഡ്സ്, പിന്നെ സർവീസസ്. ഗുഡ്സും സർവീസസും വരുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ കറണ്ട് അക്കൗണ്ടിലാണ്. കൂടാതെ ഇൻകം, ട്രാൻസ്ഫർ, ഗിഫ്റ്റ്, റെമിറ്റൻസ് എല്ലാം കറണ്ട് അക്കൗണ്ടിലാണ് വരുന്നത്. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ലോണ്, ബാങ്കിങ് ക്യാപിറ്റൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടെ പോയി നോക്കാം. സോ ദ ക്വസ്റ്റ്യൻ വാസ് ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ കറണ്ട് അക്കൗണ്ടിൽ വരുന്നത് ഏതൊക്കെയാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. സോ ബാലൻസ് ഓഫ് ട്രേഡ് വരുന്നതും ബാലൻസ് ഓഫ് ഇൻവിസിബിൾ വരുന്നതും ഇതിലാണ്, കറണ്ട് അക്കൗണ്ടിലാണ്. 1 and 3 ആണ് ആൻസർ. ഫോറിൻ അസറ്റ്സും സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് ഒക്കെ വരുന്നത് എന്തിലാണ്? ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ വരുന്നത് എന്തിലാണ്? ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.